നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 5-6 കമ്പനികളിലെ റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ വിപ്രോ അല്ലെങ്കിൽ TCS പോലെയുള്ള ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളിലെ അവസരങ്ങൾ വരെയുണ്ട്. വിപ്രോയിലേക്ക് ഡിഗ്രിക്കാർക്ക് വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ തന്നെ PG പഠിക്കുന്നതിന്, ജോലിയോടൊപ്പം PG പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. ഇതൊക്കെ കൂടാതെ ISROയിലേക്ക് ഏതാണ്ട് 64ഓളം വിവിധ ഒഴിവുകളിലേക്ക് ISRO തിരുവനന്തപുരത്തേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. മിനിമം ഒരു 10th അല്ലെങ്കിൽ ITI ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞവർക്ക് 92,300 രൂപ വരെ ശമ്പളമുള്ള അവസരങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഗൾഫിലേക്ക് ഏതാണ്ട് 5000ഓളം ഒഴിവുകളിലേക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴി ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. ഇതിനും ഒരു 10th +2 ഡിപ്ലോമ ITI എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് വരെ അവസരങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വിവിധ റിക്രൂട്ട്മെന്റുകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നു, ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കൂടെയോ ഒക്കെ ജോലി തരാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം ഞാൻ വിപ്രോയിലേക്കുള്ള ബൾക്ക് റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് വിശദമാക്കാം. വിപ്രോയിൽ വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം WILP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റിക്രൂട്ട്മെന്റ് പ്രത്യേകത, നിങ്ങൾ സെലക്ട് ആയത് ഡിഗ്രിക്കാർക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങളുടെ PG വിപ്രോയുടെ ചെലവിൽ തന്നെ പഠിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വർക്ക് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം എന്ന പേര് ഇട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജൂൺ 15-ാം തീയതി വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ശമ്പളം ആദ്യത്തെ വർഷം 15,000 പ്ലസ് ESI ആയിരിക്കും. രണ്ടാമത്തെ വർഷം 17,000 പ്ലസ് ESI. അങ്ങനെ നാലാമത്തെ വർഷം പ്രതിമാസം 23,000 രൂപയായിരിക്കും ശമ്പളമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുക. ഇതുകൂടാതെ ജോയിനിങ് ബോണസ് എന്ന നിലയിൽ 75,000 രൂപയും കൂടി ലഭ്യമാവും. അപ്പോൾ ഈ റിക്രൂട്ട്മെന്റിന്റെ എലിജിബിലിറ്റി ബാക്കി കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. ഈ WILP പ്രോഗ്രാം BSc BCAക്കാർക്കുള്ള ഒരു അവസരമാണ്. ഇതിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ വിപ്രോയിൽ ജോലി ചെയ്യാം. പ്രതിമാസ ശമ്പളം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. എന്ന് മാത്രവുമല്ല, വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് PG പഠിക്കാം. PG MTech PG ആണ്. അതും ഇന്ത്യയിലെ ഒരു പ്രീമിയം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ബിറ്റ്സ് പിലാനി ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് MTech പഠിക്കുന്നതിന് വിപ്രോയുടെ ചെലവിൽ പഠിക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ വിപ്രോയിൽ ജോലി ചെയ്യാം, MTech വിപ്രോയുടെ സ്പോൺസർഷിപ്പിൽ പഠിക്കുകയും ചെയ്യാം. ആരായിരിക്കും ഇത് എലിജിബിൾ ആവുക? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, BCA BSc-കാരെ. അതിൽ തന്നെ 10th ലും 12th ലും ഒക്കെ ജസ്റ്റ് പാസ് മതി. എന്നാൽ ഡിഗ്രിക്ക് 60% മാർക്ക് നേടിയിരിക്കണം. 2024 പാസ് ഔട്ട് ആയിരുന്നുള്ളവർ 25-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കുമാണ് അവസരങ്ങളുള്ളത്. BCA-കാർ പറ്റും. അതുപോലെ BSc-യിൽ കമ്പ്യൂട്ടർ സയൻസ്, IT, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ഫിസിക്സ് ഈ കോഴ്സ് കഴിഞ്ഞവർക്കുമാണ് അവസരങ്ങളുള്ളത്. അവർക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾ 10th ലും 12th ലും ഒക്കെ ഓപ്പൺ സ്കൂളൊക്കെ പഠിച്ചവർക്കും അപേക്ഷിക്കാം. ഒരു ബാക്ക്ലോഗ്സ് ഉള്ളവരെ അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓർക്കുക, നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കോർ മാത്സ് ഡിഗ്രിക്ക് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ബിസിനസ് മാത്സ് കോർ മാത്സ് പഠിച്ചിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തവരെ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയായിരിക്കും സെലക്ഷന് ആദ്യം ഒരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാവും. ഇത്ര ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുക. 80 മിനിറ്റിന്റെ പരീക്ഷയായിരിക്കും. അത് കഴിഞ്ഞാൽ വോയിസ് അസസ്മെന്റിന്റെയും ബിസിനസ് ഡിസ്കഷന്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നൽകുക. അവർക്കും സെലക്ട് ആയി കഴിഞ്ഞാൽ 60 മാസത്തെ ഒരു സർവീസ് എഗ്രിമെന്റ് വിപ്രോയുമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇംഗ്ലീഷ് അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രിക്കാർക്കുള്ള ഒരു നല്ല അവസരം ഞാനൊന്ന് സൂചിപ്പിക്കാം. TCIC, അതായത് ട്രെയിനിങ് സെന്റർ ഫോർ ഇന്റർനാഷണൽ കരിയർ. ഇത് നമ്മുടെ കൊച്ചിയിലും ഗോവയിലും ഒക്കെ പ്രവർത്തനമുള്ള ഒരു കമ്പനിയാണ്. ഇവരാണ് ഇംഗ്ലീഷ് അധ്യാപകരെ ഇപ്പോൾ ഹയർ ചെയ്യുന്നത്. മിനിമം ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, CBSE ICSE അതല്ലെങ്കിൽ IB സ്കൂളുകളിലൊക്കെ പ്രവർത്തിക്കുന്നതിനുള്ള അവസരങ്ങളാണ് ലഭ്യമാവുക. കേരളത്തിന് വെളിയിലുമൊക്കെ അവസരങ്ങളുണ്ട്. വളരെ ആകർഷകമായ പാക്കേജാണ് ഇവരെ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അട്രാക്റ്റീവ് സാലറി, അതും മികച്ച ശമ്പളം ലഭ്യമാണ്. എന്ന് മാത്രമല്ല ഫുള്ളി ഫർണിഷ്ഡ്
AC അപ്പാർട്ട്മെന്റ് ഈ അധ്യാപകർക്ക് ലഭ്യമാകും. പിന്നെ വോയിസ് ആൻഡ് ആക്സന്റ് ന്യൂട്രലൈസേഷൻ ട്രെയിനിങ്ങുകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകും. നന്നായി പ്രസന്റേഷൻ ഒക്കെ നടത്തുവാനുള്ള ട്രെയിനിങ്ങുകൾ, ലക്ഷറി പ്ലഷർ ട്രിപ്പ് ആൻഡ് മച്ച് മോർ എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് നല്ല സ്കില്ലുള്ള, ഇംഗ്ലീഷിലെ അധ്യാപകരാകുവാൻ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രിക്കാർക്കുള്ള നല്ല ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഞാൻ ലിങ്കും ഡീറ്റെയിൽസും നൽകുന്നുണ്ട്. ഇവരെ കോണ്ടാക്ട് ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോവുക. ഇനി ഞാൻ ബി.ഫാമുകാർക്ക് നല്ലൊരു അവസരം ഇൻഫോ പാർക്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് ജോലി ചെയ്യുവാനുള്ള ഒരു അവസരം ഒന്ന് സൂചിപ്പിക്കാം. അഡ്വൻസ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. ബികോം ഗ്രാജുവേറ്റ്സ്, അത് ഫ്രഷേഴ്സിനും 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, 15,000 മുതൽ 17,000 പെർ മന്ത് വരെയാണ് ശമ്പളം ലഭ്യമാകുന്നത്. ഹൈബ്രിഡ് മോഡലായിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ആഴ്ചയിൽ 2 ദിവസം ഓഫീസിലെ ഇൻഫോ പാർക്കിൽ എത്തി ജോലി ചെയ്യാം, ബാക്കി 3 ദിവസം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ജോലി ചെയ്യാം എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. റൊട്ടേഷണൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഉച്ചയ്ക്ക് 11 മുതൽ രാത്രി 9 വരെയുള്ള ഷിഫ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 4 മുതൽ രാവിലെ 1 മണി വരെയൊക്കെയുള്ള ഷിഫ്റ്റ് ഉണ്ട്. അതിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകണം. അപ്പം അങ്ങനെയുള്ള ബികോം ഗ്രാജുവേറ്റ്സിന് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പം അഡ്വൻസ എന്ന കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് സൂചിപ്പിച്ചത്. ഇനി അടുത്ത അവസരം ഇത് TCSലാണ്. TCS നാം അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇവരെ കോർപ്പറേറ്റ് ഫിനാൻസിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. CA കാൻഡിഡേറ്റ്സിനായിരിക്കും ഈ ഒരു അവസരം. ഫ്രഷേഴ്സിനും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, മിനിമം 50% ഒക്കെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മാർക്ക് ഉള്ളവർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. UG കഴിഞ്ഞിട്ട് ഒരു 5 ഇയറിനുള്ളിൽ CA നേടിയവരായിരിക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 5.5 ഇയേഴ്സ് 12th ഗ്രേഡ് കഴിഞ്ഞിട്ട് ഒരു 5.5 ഇയേഴ്സിനുള്ളിൽ CA നേടിയവർക്ക് ഇതിന് അപേക്ഷിക്കാം. 3 അറ്റംപ്റ്റ്സ് ആണ് ഇവരെ മാക്സിമം സൂചിപ്പിക്കുന്നത്. ഗ്യാപ്പ് 24 ഇയേഴ്സിൽ കൂടുതൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് TCSൽ കോർപ്പറേറ്റ് ഫിനാൻസിൽ വർക്ക് ചെയ്യാൻ തയ്യാറുള്ള CAക്കാരാണെങ്കിൽ ഫ്രഷേഴ്സിനും ഈ അവസരം ഉപയോഗപ്പെടുത്താം. 7-ാം തീയതി ജൂൺ വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ISROയിലേക്ക്, ISROയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ISROയുടെ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്തേക്കുള്ള ഒരു ഹയറിംഗിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. 64ഓളം വിവിധ ഓപ്പണിങ്ങുകൾ, അത് ടെക്നീഷ്യൻ ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഓപ്പണിങ്ങുകളിലേക്ക് ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും 10ാം ക്ലാസ്സുകാർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫിറ്റർ മുതൽ മെക്കാനിസ്റ്റ്, ഇലക്ട്രീഷ്യൻ, ഇങ്ങനെ ഒട്ടനവധി തസ്തികകളിൽ അവസരങ്ങളുണ്ട്. ടോട്ടൽ 64ഓളം ഒഴിവുകളാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഓർക്കുക, ജൂൺ 2-ാം തീയതി മുതലായിരിക്കും ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആരംഭിക്കുക. അതുകൊണ്ട് ജൂൺ 16-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. എല്ലാ ജോലികളുടെയും ഡീറ്റെയിൽസ് jobsbridge.com എന്ന സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് കമ്പനിയുടെ പേര് നൽകി അത് മനസ്സിലാക്കാം. അല്ലെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് പരിശോധിക്കുക. ഇനി ഗൾഫിലെ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം കേരള ഗവൺമെന്റ് ഒരു ഏജൻസി ലഭ്യമാക്കിയിരിക്കുന്ന ഒന്ന് സൂചിപ്പിക്കാം. വിവിധ ഗൾഫ് രാജ്യങ്ങൾ, അത് UAE ഉണ്ട്, ഖത്തറുണ്ട്, കുവൈറ്റ്, ബഹ്റിന്, ഒമാന്, ഇങ്ങനെയൊക്കെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ നിർമ്മാണ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർ, അത് 10ാം ക്ലാസ്, ITI, ഡിപ്ലോമ, ഡിഗ്രി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് വരെ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് 5000-ഓളം അവസരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള വിജ്ഞാന കേരളം എന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് KDISCും അതേപോലെ ഒഡേപക്കും ഒക്കെ ലഭ്യമാക്കിയിരിക്കുന്ന അവസരങ്ങളാണ്. വിവിധ ഒഴിവുകൾ നിങ്ങൾക്ക് കുറേ എണ്ണമൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. മാനേജർ, സെയിൽസ്, എഞ്ചിനീയറിംഗ്, ഹോസ്പിറ്റാലിറ്റി, ഡ്രൈവർ, കാർപ്പൻറ്റേഴ്സ്, പ്ലംബർ, മേസൺ, വെൽഡർ, ഗാർഡനർ, അക്കൗണ്ടിങ്, ഇങ്ങനെ വിവിധ മേഖലകളിൽ അവസരങ്ങളുണ്ട്. 5000-ഓളം ഒഴിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഓർക്കുക, ഇത് കേരള ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴിയുള്ള റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ
വലിയ പണച്ചെലവില്ലാതെ തട്ടിപ്പില്ലാതെ ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മനസ്സിലാക്കുന്നത് ജൂൺ മാസം 14-15 തീയതികളിൽ തൃശ്ശൂർ വെച്ചിട്ടായിരിക്കും നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഏതായാലും ഞാൻ മനസ്സിലാക്കിയ ഏതാണ്ട് 5-6 കമ്പനികളിലെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പുറകിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ് ഒക്കെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ജോലി അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെ ഒക്കെ ജോലി തേടാം. വെബ്സൈറ്റ് സന്ദർശിക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നടന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.